സുധാകരൻ എന്ന് പറഞ്ഞ കക്ഷിയുണ്ട്. അപ്പൊ സുധാകരനാണെങ്കിൽ ഒരു 100 രൂപ പ്രതിഫലം കൂട്ടി ചോദിച്ചിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമം സുധാകരനുണ്ട്. അപ്പൊ മുതലാളി ചോദിക്കും, മുതലാളി 100 രൂപ എന്റെ ഫണ്ട് കൂട്ടി തന്നിട്ടില്ല, ശമ്പളം കൂട്ടി തന്നിട്ടില്ല എന്ന് പറയും. അപ്പൊ മുതലാളി നാടൻ മുതലാളിയാണല്ലോ, നാടൻ മുതലാളി പറയും, ആ കളി കയറട്ടെ, കളി കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കളികളാവും, നിനക്ക് 100 രൂപ അല്ല ഞാൻ 150 രൂപ തരാന്ന് പറയും. അങ്ങനെ തള്ളി തള്ളി മുതലാളി ഒരു വാക്കും കേട്ട് സുധാകരൻ അവിടെ നിൽക്കുക. ഈ ദേഷ്യം സുധാകരനുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് നാടകത്തിന് പോയപ്പോ നമ്മുടെ ഈ മുതലാളിയാണ് ഇന്ദ്രന്റെ വേഷം ചെയ്യുന്നത്. വേറെ നാടകത്തിലൊക്കെ ഇന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കത്തി നിൽക്കുന്ന പന്തം പോലെയാ. പക്ഷെ നമ്മുടെ നാടകത്തിലെ പുരാണ നാടകത്തിലെ മുതലാളി ഇന്ദ്രന്റെ വേഷം കെട്ടി വരുമ്പോ പന്തം കുളത്തി പ്രകടനം കഴിഞ്ഞിട്ട് ടയറിന്റെ ബാക്കി നിൽക്കണ പോലെയാ. അമ്മാതിരി ഒരു ഇന്ദ്രനാ. അപ്പൊ ഇന്ദ്രൻ വന്ന് നിൽക്കുമ്പോ ഒരു പാട്ടൊക്കെ ഉണ്ട്. ഇന്ദ്രൻ വരുമ്പോ ആ പാട്ട് ഇങ്ങനെയാ: ഇന്ദ്രദേവാ ഇന്ദ്രദേവാ ദേവലോകത്തെ രാജാതിരാജൻ അർജുന പിതാവേ നിനക്ക് വന്ദനം വന്ദനം വന്ദനം. ഇന്ദ്രൻ വന്നു നിന്നു. അപ്പൊ സുധാകരനാണ് മോളിന്ന് പുഷ്പവൃഷ്ടി. അതില്ല, സുധാകരൻ മോൾ ഇത് പുഷ്പവൃഷ്ടി ചെയ്യുന്നില്ല. ഇന്ദ്രൻ വന്ന് നിന്ന് പറഞ്ഞു, ഇന്ദ്രൻ വന്നിട്ടും എന്തേ ദേവലോകത്ത് പുഷ്പവൃഷ്ടിക്ക് ഒരു അമാന്തം വെച്ചു. ഇത് നേരെ സുധാകരൻ മോളിന്ന് പറയാ, 100 രൂപ കൂട്ടി അപ്പ തരാം പുഷ്പം, അല്ലാതെ ഞാനൊരു